ബൈജു മല്ലപ്പള്ളിയുടെ മറ്റൊരു കഥയിലേക്ക് എൻ്റെ എല്ലാ വായനക്കാർക്കും ശ്രോതാക്കൾക്കും സ്വാഗതം. 1000-ന് വേണ്ടി 10,000 1000 കിട്ടുമ്പോൾ 10,000 വേണം. ഷരീഫിക്കയുടെ അനുഭവകഥ. ഷരീഫിക്ക: എൻ്റെ പ്രഭാത നടത്തം അതോ ഓട്ടമാണോ? ആംഗലേയത്തിൽ അതിന് ജോഗിങ് എന്ന് പറയും. നടന്നുകൊണ്ടുള്ള ഓട്ടം അല്ലെങ്കിൽ ഓടിക്കൊണ്ടുള്ള നടത്തം. ഞാൻ ഗൂഗിളിനോട് ചോദിച്ചപ്പോൾ ജോഗിങ് എന്ന് മലയാളത്തിൽ എന്നെ എഴുതി കാണിച്ചു. ശരിയായ ഉത്തരം അല്ലെങ്കിൽ അർത്ഥം എന്താണെന്ന് വായനക്കാരായ അല്ലെങ്കിൽ ശ്രോതാക്കളായ നിങ്ങൾ തന്നെ കണ്ടെത്തുക. അഞ്ചൽ കുളത്തൂപ്പുഴ റോഡിൽ പത്തടിക്കും ഭാരതീപുരത്തിനും ഇടയിൽ കൊടിയിൽ സ്റ്റോഴ്സ് എന്നൊരു ചായപ്പീടികയുണ്ട്. കൊടിയിൽ കുടുംബം ഈ പ്രദേശത്തെ അറിയപ്പെടുന്ന ഒരു വലിയ കുടുംബമാണ്. ഫൈസൽ ഭായിയാണ് കട നടത്തുന്നത്. അതിരാവിലെ 3 മണിക്ക് കട തുറക്കും. അതുവഴി പോകുന്ന ലോറിക്കാരുടെ പ്രധാന ആശ്രയമാണ്. തമിഴ്നാട്ടിൽ നിന്നും വരുന്ന പഴം, പച്ചക്കറി, പൂവ് തുടങ്ങിയ വണ്ടിക്കാരുടെ നിരവധി വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യുകയും അവരെല്ലാം അവിടെ നിന്ന് ചായയും പലഹാരങ്ങളും കഴിച്ച് വിശ്രമിച്ച് മുമ്പോട്ട് യാത്ര തുടരുകയും ചെയ്യും. ഞങ്ങൾ നാട്ടുകാരുടെയും പ്രധാന കേന്ദ്രം ഇവിടം തന്നെയാണ്. രാവിലെ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്നവർ, മീൻ കച്ചവടക്കാർ, ലോട്ടറി കച്ചവടക്കാർ, അങ്ങനെ പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരുടെ എല്ലാം പുലർകാല ഊർജം ഈ കൊടിയിൽ സ്റ്റോഴ്സ് തന്നെയാണ്. അതിരാവിലെ ഇവിടെ നല്ല ചൂട് പഴംപൊരിയും കിട്ടും. ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡായ പുഞ്ചിരിമുക്ക് വേലംകുഴിയിലാണ് എൻ്റെ വീട്. ഞാൻ അതിരാവിലെ 4 മണിക്ക് വീട്ടിൽ നിന്നും എൻ്റെ ഓട്ട നടത്തം തുടങ്ങും. ഏകദേശം 5 മണിയാകുമ്പോൾ കൊടിയിൽ സ്റ്റോഴ്സിലെത്തും. ഷരീഫിക്കയുടെ നേതൃത്വത്തിൽ ഒരു സരസ സദസ്സ് അവിടെയുണ്ട്. നാട്ടുവിശേഷം, വീട്ടുകാര്യങ്ങൾ, രാഷ്ട്രീയം, അങ്ങനെ എല്ലാം അവിടെ ചിലവാകും. ഷരീഫിക്കയുടെ പ്രധാന വരുമാനം പാൽ കച്ചവടവും കന്നുകാലി കച്ചവടവുമാണ്. അഞ്ചൽ കന്നുകാലി ചന്തയാണ് ഷരീഫിക്കയുടെ പ്രധാന കളരി. കന്നുകാലി കച്ചവടം ചിലപ്പോൾ ലാഭം, ചിലപ്പോൾ നഷ്ടം. ഷരീഫിക്ക ഇങ്ങനെ പറയുന്നു: കച്ചവടം നഷ്ടമായാൽ ഞാൻ ഒരു വലിയ മീൻ മേടിക്കും, ഏറ്റവും വില കൂടിയ സിഗരറ്റ് വലിക്കും, വീട്ടിലെ കൊച്ചുമക്കൾക്ക് വേണ്ടി കളിപ്പാട്ടങ്ങളും പലഹാരങ്ങളും വാങ്ങും. എന്തിനെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ നഷ്ടം എൻ്റേതു മാത്രം, ഞാനത് ആഘോഷിക്കും. പടച്ച തമ്പുരാനെ, എന്തൊരു ജന്മമാണിത്! കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഇപ്പോഴും തുടർന്നു കൊണ്ടുപോകുന്ന ഒരാളാണ് ഷരീഫിക്ക. താൻ രാവിലെ ഓടുന്നുണ്ടല്ലോ, ചാടുന്നുണ്ടല്ലോ, അതിലും ഭേദം 5 മിനിറ്റ് ഞങ്ങളോടൊപ്പം ചിരിച്ചു കളിക്കുന്നതാണ്. ഇതും ഷരീഫിക്കയുടെ മഹത് വചനങ്ങളിൽ ഒന്ന് മാത്രം. പഴയ നാട്ടിൻ പുറത്തിൻ്റെ നന്മയും തെളിമയും ഇപ്പോഴും എൻ്റെ ഗ്രാമത്തിലുണ്ടെന്നുള്ള തെളിവാണ് ഞങ്ങളുടെ ഷരീഫിക്ക. ഞാൻ ഒരിക്കലും നഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത, ഇഷ്ടപ്പെടുന്ന, ഏറ്റവും അധികം എന്നെ ഈ ഗ്രാമത്തിലോട് അടുപ്പിക്കുന്നത് എൻ്റെ ഈ രാവിലെയുള്ള ഓട്ട നടത്തവും ഷരീഫിക്കയുടെ രസിക സദസ്സുമാണ്. ഷരീഫിക്കയുടെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ കൂടെ അറിയിക്കാം. സസ്നേഹം, ബൈജു മല്ലപ്പള്ളി.